അല്ല, രക്ഷാപ്രവർത്തനം ഏതാണ്ട് കേന്ദ്രസേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ എല്ലാ സേനയും ഇവിടെയുണ്ട്. ആർമിയുണ്ട്, അതുപോലെ തന്നെ എയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, NDRF ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും വളരെ ദ്രുതഗതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ സജീവമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരാണ് മൊത്തത്തിലുള്ള കോർഡിനേഷൻ നടത്തുന്നത്. അപ്പം ഇന്നിപ്പോൾ ഈ ബേലി ബ്രിഡ്ജ് തീരുന്നതോടുകൂടി ഈ മുണ്ടക്കയിലാണ് ഈ ബോഡി റിക്കവറി ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് താമസം വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, മുണ്ടക്കയിൽ പോയിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ 6 ബോഡികൾ അവിടെ റിക്കവർ ചെയ്തു. അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നു. പിന്നെ യന്ത്രങ്ങൾ അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ആധുനിക ആർമിയുടേതായിട്ടുള്ള യന്ത്രങ്ങളും സംവിധാനങ്ങളും അവിടെ കൊണ്ടുപോകാൻ വേണ്ടി, അതുപോലെ ഈ മണ്ണ് നീക്കുന്ന ഇത് മാറ്റാൻ ഇതിനു വേണ്ടിയുള്ള വാഹനങ്ങൾ, അപ്പോൾ അതെല്ലാം ഇപ്പോൾ ചെയ്യാൻ സാധിക്കും. അത് ഈ പാലം പൂർത്തിയാകുന്നതോടുകൂടി ഏതാണ്ട് 90% റിക്കവറി ആൻഡ് റിലീഫ് എന്നുള്ള ഇത് റെസ്ക്യൂ എന്നുള്ളതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിലെത്തിക്കും. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ അത് പിന്നെ ചെയ്യാൻ പറ്റും, സൈന്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പൂർത്തിയാകുന്ന ഏതാനും മണിക്കൂറുകൾ കൊണ്ടത് പൂർത്തിയാകും എന്നാണ് മനസ്സിലാകുന്നത്. ഉച്ചയോടുകൂടി പൂർത്തിയാകും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. സാർ, ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ വലിയൊരു ദുരന്തമാണ്, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ശുചീകരണം വേണമെന്ന്? അല്ല, അത് വേറൊരു ആസ്പെക്റ്റിലുള്ളതാണ്. കാരണം എനിക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് സംഭവിച്ചതിന് ശേഷമുള്ള റെസ്ക്യൂ വർക്കും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനെയാണ് എന്നെ വിട്ടിരിക്കുന്നത്. വേറെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ സമൂഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോകും. അതാണ്. അതുകൊണ്ട് ഇപ്പം സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഇവിടെയാണ്, അതുപോലെ മീഡിയയുടെ ശ്രദ്ധ ഇവിടെയാണ്. വേറെ എന്തെങ്കിലും ഒരു വിവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കോൺസെൻട്രേഷനും ഐക്യവും ഇല്ലാതാവും. അപ്പോൾ അത് അല്ല, അത് ഇനി അവരാണ് പറയേണ്ടത്. ബാക്കിയുള്ള ഞാനൊഴിച്ചുള്ളവർ, ഞാനിതിനു വേണ്ടി മാത്രം വന്നവരാണ്. പാർട്ടിക്ക് പറയാം, BJPക്ക് പറയാം, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാം, ഇവിടുത്തെ സർക്കാരിന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റും. ഇത് വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം നമ്മളെ ദുഃഖിപ്പിക്കുന്ന, ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു ദുരന്തമാണ് കേരളത്തിൽ. ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നിമിഷം കൊണ്ട് ഗ്രാമം തന്നെ ഒലിച്ചുപോയി. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് 120 വീടുകളുണ്ടായിരുന്നവർ, ഒരാളും ഇല്ലാതെ അത് കംപ്ലീറ്റ് അങ്ങ് ഒഴുകിപ്പോയി. അതുപോലെ മുണ്ടക്കയിലും മുകളിൽ അവിടെ ഉണ്ടായിരുന്ന അനേകം പേര് ഇല്ല. അവിടെയും ഗ്രാമമില്ല, ഇവിടെയും ഗ്രാമമില്ല, ഒരാളും ഇല്ല. കംപ്ലീറ്റ് ഒലിച്ചു പോയിരിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ അത് ചിന്തിക്കാനേ പറ്റില്ലല്ലോ. പിന്നെ ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ ഒരാൾ മാത്രമുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്നു. അതുപോലെ തന്നെ പകുതി ആൾക്കാരുണ്ട്, പകുതി ആൾക്കാരില്ല. അങ്ങനെ ഒരു കുട്ടി മാത്രം, ബാക്കിയുള്ളവരെല്ലാം മരിച്ചതും കണ്ടു. അപ്പോൾ അതുപോലെയുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പൂർത്തിയാകുന്നിടം വരെ, റെസ്ക്യൂ ആൻഡ് ഈ റിക്കവറി പൂർത്തിയാകുന്നിടം വരെ കേന്ദ്രസേന ഇവിടെയുണ്ട്. അതായത് കേരളം പറയുന്നിടം വരെ. അല്ല, ഇത് പ്രഖ്യാപിച്ചല്ലോ പ്രധാനമന്ത്രി മിനിഞ്ഞാന്ന്. ഇത് ലോകം അറിയുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇവിടുത്തെ കോമ്പൻസേഷൻ 2 ലക്ഷം രൂപ മരിച്ചവരുടെ ബന്ധുക്കൾക്ക്. അതുപോലെ തന്നെ പരിക്ക് പറ്റിയവർക്ക് 50,000 രൂപ. അപ്പം മിനിഞ്ഞാന്ന് വെളുപ്പിനെ തന്നെ പ്രധാനമന്ത്രി ഇതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയിരുന്നു. PMOനാണ് അന്ന് മിനിഞ്ഞാന്ന് തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഇപ്പോഴത്തേക്കും പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. 8:30 കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു. സാധാരണ അങ്ങോട്ട് വിളിക്കുന്നതിന് ഇങ്ങോട്ട് വിളിച്ചു. സേന മൂവ് ചെയ്ത് കഴിഞ്ഞു, ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ആ രീതിയിൽ അതിരാവിലെ തന്നെ ഇവിടെ 1 മണി 2 മണിക്കിടയിൽ നടന്നതെങ്കിൽ ആ 3 മണിക്കോ 4 മണിക്കോ പ്രധാനമന്ത്രി വർക്ക് തുടങ്ങി. അതെ, അതാ പറഞ്ഞു. എല്ലാ നിർദ്ദേശവും പ്രധാനമന്ത്രി കൊടുത്തു കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്കും. പിന്നെ ഇവിടെയുള്ളവർ എഴുന്നേക്കാൻ വേണ്ടി ഇവിടുത്തെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ നിർദ്ദേശങ്ങൾ വന്നു, കോമ്പൻസേഷൻ വന്നു, മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ഇതെല്ലാം 8:30 മുമ്പ് നടന്നു കഴിഞ്ഞു. സേനയുടെ മൂവ്മെൻ്റ് ഉണ്ടായി, സേനയ്ക്ക് അലർട്ട് കൊടുത്തു സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും. അതെല്ലാം നടന്നു കഴിഞ്ഞു. അല്ല, എനിക്ക് നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച്. കാരണം ഈ ബെയിലി പാലം തീർന്നു കഴിഞ്ഞാൽ ഏതാണ്ടൊരു ഇതാവില്ല ഇതിൻ്റെ
മൂവ്മെന്റ് എല്ലാം മൂവ്മെൻറ്റിൻ്റെ എല്ലാം പിന്നെ ഒരു പ്രശ്നമില്ല.